സെക്യൂരിറ്റി അയാളെ പിടിക്കേ കള്ളനോ. അതിങ്ങടത്തെ എത്ര പവനാണെന്നാണ് നീ പറഞ്ഞത്? 3.5 പവൻ. മുക്കുപണ്ടെന്നൊന്ന് പറ്റിക്കാൻ നോക്കുന്നതാ. ഇതമ്മേ പോലീസിനെ വിളിക്കേ. ശരി സർ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇത് കനകധാര ഫിനാൻസിന്നോ? നിങ്ങൾ മര്യാദകൾ കാണിക്കരുത്. ഞാൻ തന്നത് സ്വർണം തന്നെയാ. നിർത്തണോ അവന്റെ ഒരു സ്വർണം. എന്താ സാർ വിളിപ്പിച്ചത്? കൊച്ചിനൊന്ന് അഭിനന്ദിക്കാൻ വിളിച്ചതാ. അത് നേരത്തെ പുറത്തു വെച്ച് അഭിനന്ദിച്ചല്ലോ. അതുപോലെ അല്ലിത്. അല്ലെങ്കിതമ്മേ, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരെ സാറിന് വലിയ ഇഷ്ടം. അവർക്ക് സാർ എന്തും കൊടുക്കും. ദാണ്ടേ ഗീതാമ്മയ്ക്ക് കാര്യം അറിയാം. കൺഗ്രാറ്റുലേഷൻസ്. കൊച്ചിന്നൊരു വലിയ കാര്യമാണ് ചെയ്തത്. ആ കള്ളൻ നമ്മളെ പറ്റിച്ചിട്ട് പോയിരുന്നെങ്കിൽ എത്ര രൂപ നമുക്ക് നഷ്ടം വരുമായിരുന്നു. അതിൽ നിന്ന് രക്ഷിച്ചത് കൊച്ചാ. ഈ വള മുക്കുപണ്ടമല്ലേ? എന്റെ സാറേ, അതൊരു പാവം കൊച്ച. അതിന്റെ വീട്ടിലെ സ്ഥിതി വളരെ കഷ്ടത്തിലാ. സാരമില്ല, നമുക്കിത് സ്വർണവളയാക്കാം. ഈ കയ്യിൽ സ്വർണവളകൾ കിടക്കുന്നതാ ഒരു ഭംഗി. പണയത്തിലിരിക്കുന്ന ചില നല്ല വളകൾ ചിലർക്ക് എടുക്കാൻ പറ്റാതെ വരും. അതിലൊരു 4 ഞാൻ കൊച്ചിന് തരാം. ശമ്പളത്തിന് ഞാൻ കുറച്ച് പിടിച്ചോളാം. അതൊന്നും വേണ്ട സാർ. ആ, എപ്പോ എന്ത് സഹായം വേണമെങ്കിലും കൊച്ചിന് എന്നോട് ചോദിക്കാം. അല്ലെങ്കിൽ വേണ്ട, എന്നോട് ചോദിക്കാൻ മടിയാണെങ്കിൽ ഗീതമ്മയോട് പറഞ്ഞാൽ മതി. ഗീതമ്മേ, ഈ കൊച്ചു ചോദിക്കുന്നത് എന്താണെങ്കിലും അങ്ങ് കൊടുത്തേക്കണം. മനസ്സിലായോ? മനസ്സിലായി സാർ. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ സാർ. ശരി ശരി, ജോലി നടക്കട്ടെ. ആ, ഗീതമ്മ ഒന്നിന്നേ, ഒരു കാര്യം പറയാനുണ്ട്. സാറിന് പുതിയ സ്റ്റാഫിനെ ഒത്തിരി അങ്ങ് പിടിച്ചു പോയല്ലോ. ഇതിനി ആർക്കുള്ളതാണാവോ? മനസ്സിലായില്ല. സമൃദ്ധിയാകുന്നതിന് മുമ്പുള്ള അർച്ചനയുടെയും സച്ചിയുടെയും കഥ എന്താന്ന് രാജീവിന് അറിയില്ലല്ലോ. എനിക്ക് ഓർമ്മ കിട്ടി, ഞാൻ എന്റെ സച്ചേട്ടന്റെ കൂടെ തിരിച്ചു പോകാൻ തീരുമാനിക്കുന്ന നിമിഷം അവര് സച്ചേട്ടനെ കൊല്ലുമായിരുന്നു. ആര്? സച്ചിയെ കൊല്ല ആര് തീരുമാനിച്ചെന്നാ? ഞാനും സച്ചേട്ടനും ഒരിക്കലും ഒന്നും അവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ. ഒന്നിനും മടിയില്ലാത്ത, മനുഷ്യഗണത്തിൽ പോലും കൂട്ടാൻ കൊള്ളാത്ത ഒരു നികൃഷ്ട ജന്മം. അവരെന്റെ സച്ചേട്ടനെ കൊല്ലാൻ തീരുമാനിച്ചത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയ അവർ മേടത്തെ തീർക്കും. അതല്ലേ കറക്റ്റ്? അതിനു മുമ്പ് സച്ചി അർച്ചനയും എനിക്ക് ഫിനിഷ് ചെയ്യണം. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ ആ നിമിഷം സച്ചി തീർത്തേക്കണം. അവന്തികയോ? അതെ, ആട്ടിൻ തോലിട്ട ചെന്നായിയാണ് അവന്തിക. എന്റെയും സച്ചേന്റെയും കുടുംബത്തോട്
അവള് ചെയ്ത ദ്രോഹങ്ങൾ ഇപ്പോഴും രാജീവിന് അറിയില്ല. ഇപ്പോഴും ഈ കളിയുടെ കടിഞ്ഞാൺ അവളുടെ കയ്യിലാണ്. അവള് ചെയ്ത കൊടും ചതികൾക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുത്ത് അവളെ ജയിലിലാക്കാതെ ഞങ്ങൾക്ക് ഒരിക്കലും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല രാജീവ്. അവന്തിക എന്റെ ആരാണെന്ന് അറിയാമോ രാജീവിന്? അറിയാം. അവന്തിയെ കുറിച്ചും അർച്ചനെ കുറിച്ചും നെല്ലിശ്ശേരി വീടിനെ കുറിച്ചും ഒക്കെ എനിക്കറിയാം. സച്ചിയുടെ ഏട്ടന്റെ ഭാര്യയായിരുന്നു അവർ എന്ന കാര്യവും എന്റെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുമാത്രമേ രാജീവ് മനസ്സിലാക്കിയിട്ടുള്ളൂ. സച്ചിയുടെ വധുവായി നെല്ലിശ്ശേരിയിലേക്ക് വലതുകാലം വെച്ച് കയറിയ നിമിഷം മുതൽ അവന്തിക ഞങ്ങളോട് ചെയ്ത ക്രൂരതകൾ, എന്റെ ജീവിതത്തിൽ അവരുണ്ടാക്കിയ നഷ്ടങ്ങൾ, ദുരന്തങ്ങൾ, അതൊന്നും ഒരിക്കലും പൊറുക്കാനാവില്ല എനിക്ക്. അപ്പോ അവന്തികയെ ഭയന്നിട്ട് മാത്രമാണ് അർച്ചന സച്ചിയുടെ അടുത്തേക്ക് തിരിച്ചു പോകാതിരുന്നത്? അല്ല രാജീവ്, എനിക്ക് ഓർമ്മയില്ലാതിരുന്ന കാലം അത്രയും എന്നെ സംരക്ഷിച്ചതിനും എനിക്ക് തന്ന സ്നേഹത്തിനും എന്നോട് കാണിച്ച കാരുണ്യത്തിനും കരുതലിനും ഗോകുലിനും കുടുംബത്തിനും ഞാൻ പകരം നൽകേണ്ടത് ഒരു തകർച്ചയല്ലെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ ഗോകുലിനെയും ഈ കുടുംബത്തെയും വലിച്ചെറിഞ്ഞു പോവാൻ എന്റെ മനസ്സ് അനുവദിക്കാത്തത്. എല്ലാം ഒന്ന് ശാന്തമാവാൻ വേണ്ടിയിട്ടാ ഞാൻ കാത്തിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമാണ് കാര്യങ്ങൾ.